ഹലോ ഫ്രണ്ട്സ്, എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാണ്ടായി പോകുന്നുണ്ടെന്ന്. കുറച്ച് തിരക്കുകൾ കൊണ്ടാട്ടോ. ഹോളിഡേയ്സ് കിട്ടിയാലേ സാധാരണ ഞാൻ ഉറങ്ങിയും വിശ്രമിച്ചും ഒക്കെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത്തവണ ഈദിൻ്റെ ഹോളിഡേയ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലിരുന്നാൽ ഇങ്ങനെ പറ്റത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പോകണം, കുറച്ച് കാഴ്ചകളൊക്കെ കാണണം, എന്തെങ്കിലുമൊക്കെ പുതിയ അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കി വരണം എന്നൊരു തോന്നൽ. അപ്പോൾ എൻ്റെ ഹോളിഡേ എക്സ്പ്ലോറേഷൻ യാത്ര ഞാനൊന്ന് പങ്കുവെക്കുവാണ് ഇവിടെ. യാത്ര ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ വയറ് കിടന്നെന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പെട്രോൾ പമ്പിൽ കയറി ഒരു കോഫിയും ഫാമിലി പാക്ക് സാൻഡ്വിച്ചും കൂട്ടത്തിലൊരു അടിപൊളി പാട്ടും. പിന്നെ യാത്രയുടെ മൂഡ് അങ്ങോട്ടങ്ങ് മാറി. ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. UAE വന്നിട്ട് 10 ഇയേഴ്സായി. ഈ 10 ഇയേഴ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ UAE ഒരു ഹോട്ടൽ സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു സ്റ്റേക്കേഷൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്താണ്, എങ്ങനെയാണ് റൂംസ്, അങ്ങനത്തൊക്കെ കാണാനുള്ള ഒരു വ്യഗ്രത. അങ്ങനെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കുട്ടൻചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വണ്ടിക്കകത്തിലിരിക്കുക, ഞാൻ റിസപ്ഷനിൽ പോയിട്ട് വരാമെന്ന്. കാരണം ഓൺലൈനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ബുക്കിംഗ് റെഫറൻസ് നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ കീ കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് ഹോട്ടലിനുള്ളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് ഹോട്ടലിനുള്ളിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ അമ്മോ, ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് പുള്ളി ഞങ്ങളോട് വരാൻ പറഞ്ഞത്. കാരണം വണ്ടിയിലാണെങ്കിൽ എത്ര നേരം ഇരിക്കേണ്ടി വരും, ഹോട്ടലിലാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കാലൊക്കെ നീട്ടി സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. പിന്നെ വേറൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഈ സ്റ്റേക്കേഷനിലുള്ളത്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആരൊക്കെയാണെന്നല്ലേ കാണാമല്ലോ. ആദ്യത്തെ ആൾ എത്തിപ്പോയി, മാർട്ടിനെ പിന്നെ ഞാൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാർട്ടിനും കുടുംബവും. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ മക്കൾ തന്നെ. കാരണം ഈ ഒരു സ്കൂൾ ലൈഫൊക്കെ നടക്കുമ്പോൾ ഹോട്ടൽ ഫ്ലാറ്റിനകത്തിലൊക്കെ താമസിച്ചിട്ട് കളിക്കാനൊന്നും സമയം കിട്ടാതെ പഠിത്തമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഇതേപോലെ ഒരു ലീവൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ആയി അടിച്ചു പൊളിക്കുമ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ഒരുമിച്ച് അവരുടെ കളികളും കുറച്ച് ഫ്രീഡംസും അവരുടെ എൻജോയ്മെൻറ്റും, അതുമതി കുറച്ച് സമയത്തേക്കെങ്കിലും അവർ ഹാപ്പി ആവാൻ. കുറേ നേരം ഞാനും അമ്മയും ഷാലിറ്റും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഹോട്ടലിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കുറേ സമയം കളഞ്ഞു. തക്കൂനും ചക്കിക്കും കുഞ്ഞാറ്റയ്ക്കും ഒക്കെ മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു ടേബിളിൻ്റെ അവിടെ പോയി ചുറ്റിനും ഇരുന്ന് അവരും എന്തൊക്കെയോ കഥ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ട് എന്താണ് സ്റ്റാറ്റസ്, നമ്മുടെ റൂമിൻ്റെ കീപ്പ് കിട്ടുമോ എന്ന് കുട്ടൻചേട്ടനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പതുക്കെ നടന്ന് റിസപ്ഷനിലെത്തി ചോദിച്ചിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കേട്ടോ. മുഖം കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഒന്നും ആയിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടെ എടുക്കും. അങ്ങനെ നടന്ന് ഞാൻ പിന്നെ ഡോറ് തുറന്ന് അപ്പുറത്തൊരു ഹോള് പോലെ ഉണ്ട്, അവിടെ പോയി നോക്കിയിട്ട് ഇവിടെ ഇരുന്ന് മടുത്തത് കൊണ്ട് അവിടെ പോയി സോഫയിൽ ഇരുന്ന് കുറച്ച് നേരം പുറത്തോട്ട് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് അവിടെ ഇരുന്നിട്ടും ഇരിക്കപ്പൊറുതി ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഞാൻ റിസപ്ഷനിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, വളരെ സന്തോഷം. അവരുടെ ടേണാണിപ്പോൾ. അവർ റിസപ്ഷനിസ്റ്റിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സോ കുറച്ച് ID കാർഡോ ഒക്കെ ഷെയർ ചെയ്യുന്ന കണ്ടു. ആ ഒരു സന്തോഷ വാർത്ത ഷാലിറ്റിനെ അറിയിക്കാമെന്ന് വെച്ച് ഓടി വന്നപ്പോൾ അവൾ കിച്ചണിൽ കയറി വെള്ളമൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു. കുറച്ചപ്പുറം ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ഗലീറിയ മോൾ, ഇതുണ്ടായിട്ടാണോ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ബോറടിച്ചതെന്ന് വിചാരിച്ച് ഗലീറിയ മോളിലും കയറി ഇറങ്ങി നടന്നു. അവിടെ കുറച്ച് ജ്വല്ലറിയും ആക്സസറീസും മൊബൈൽ ആക്സസറീസും ഒക്കെ ഉണ്ട്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്തു. എന്താണെന്ന് നോക്കാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്നേരം ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു മാജിക്കൽ കീ അത് കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിനൊരു കുളിർമ, കണ്ടപ്പോൾ കണ്ണിനൊരു കുളിർമ. കൂട്ടത്തിൽ ഒരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സജിലിയേട്ടനും ഹുസ്നയും ഹംദിയും. അങ്ങനെ ഞങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്ന് വെയിറ്റ് ചെയ്യാണ്. ലിഫ്റ്റ് എപ്പോൾ ഓപ്പണാവും എന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ കാത്തിരുന്ന് ലിഫ്റ്റൊക്കെ ഓപ്പണായി ഞങ്ങളുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത പാട്ടിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, സീ യു.